ഇവിടെ ജപ്പാനികളുടെ മുഖത്തേക്ക് ഫോണോ ക്യാമറ തിരിക്കാൻ കഴിയില്ല. അവർ കണ്ടു കഴിഞ്ഞാൽ അവർ പറയും, വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് മാക്സിമം ഞാൻ ഈ ഡ്രസ്സ് കാര്യങ്ങളുടെയൊക്കെ ഫോട്ടോ വീഡിയോസൊക്കെ എടുത്തിട്ട് കാണിച്ചത്. ഇതാണ് ഞാൻ ഇത് ഇവിടെ ഫോർമലായിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. ഇത് മാച്ച് ആവുമെന്ന് അറിയില്ല. ഇവിടെ എനിക്ക് മാച്ച് ആവുമെന്ന് അറിയില്ല. കാരണം എനിക്ക് ഇന്നത്തെയൊക്കെ വേണമെന്നാണ് ആഗ്രഹം. നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വെച്ചിട്ട്. മൊത്തത്തിൽ സെറ്റ് ആവുമെന്ന് അറിയില്ല. ഇത് നമ്മുടെ കാസർഗോഡുള്ള ഒരു മനുഷ്യനാണ്. പേര് പറഞ്ഞ എൻ്റെ പേര് സിദ്ദീഖ് എന്നുള്ള ഒരു മനുഷ്യനാണ്. കൂടുതൽ പരിചയപ്പെടും. അപ്പോൾ മാളുടെ മുകളിലെത്തി. കുട്ടികളുടെയൊക്കെയുള്ള സംഭവമൊക്കെയാണ്. എനിക്കൊരു ഡ്രസ്സിന് വേണ്ടിയിട്ട് വന്നതാണ്. നോക്കുമ്പോൾ ഇത് വലിയൊരു സംഭവമാണ്. ഇവിടെ കിലോമീറ്റർ കണക്കിന് നടക്കണം സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി. ബുക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. മനസ്സിലാവില്ല. പിള്ളേരുടെ എന്തൊക്കെയോ ഉണ്ട് ഇവിടെ. ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഡ്രസ്സ് എടുത്ത് 5000 റുപ്യ ഡ്രസ്സായി. വെറുതെ ഇങ്ങനെ സ്ഥലത്തൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, ഒന്നും എടുക്കാനുമില്ല. ഫ്രണ്ട്സൊക്കെ അങ്ങോട്ടും പോയി. ഞാൻ മാത്രമേ ഉള്ളൂ. ഒന്ന് ചുറ്റിയിട്ട് വരാൻ വെച്ചു. ഇതെവിടെ വെച്ചാൽ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് ആവശ്യമുള്ള ഇവിടെ കാര്യങ്ങൾ നോക്കാം. കൂളിംഗ് ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഞാൻ ഗ്ലാസ് ഉപയോഗിച്ചിരുന്നു പണ്ട്. എൻ്റെ ഒരു കണ്ണിന് ചെറിയ പ്രശ്നമുണ്ട്. ആവശ്യമില്ല. ഇത് ഇവിടുത്തെ ഒരു പൈസ ഇട്ടാൽ കിട്ടുന്ന ഒരു മെഷീനാണ് കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. ഇവിടെ നമ്മൾ പൈസ ഇട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന സാധനമൊക്കെ താഴെ വരും. എന്നിട്ട് കുറേ ഉണ്ടാവും ഇവിടെയൊക്കെ ജപ്പാനിൽ.